വിശ്വദർശിനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ വാർഷിക റിപ്പോർട്ട് 2024-25. സഹൃദരെ, തിരുവനന്തപുരം ജില്ലയിലെ ഉറിയാക്കോട് എന്ന പ്രദേശത്ത് നാടിനു നടുവിൽ കെടാവിളക്കായി ശോഭിച്ചു നിന്നുകൊണ്ട് ആയിരങ്ങൾക്ക് അക്ഷരചൈതന്യവും അധ്യാപക പരിശീലനവും പകർന്നു നൽകുന്ന വിശ്വദർശിനി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ 23ാമത് വാർഷികം സംഘടിപ്പിക്കപ്പെടുന്ന ഈ വേളയിൽ 2024-25 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് നിങ്ങൾക്ക് മുൻപിൽ സമർപ്പിക്കുന്നു. പൂവച്ചൽ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ഉറിയാക്കോട് എന്ന സ്ഥലത്ത് CSI ചർച്ചിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന വിദ്യാഭ്യാസ സ്ഥാപനമായ വിശ്വദർശിനിയുടെ മാനേജർ സുബ്രഹ്മണ്യ ആചാര്യ സാറാണ്. LKG മുതൽ DLED വരെ ഈ സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ സുഭാഷ് സർ, പ്രിൻസിപ്പൽ പ്രിയദർശിനി S. നായർ, 16 അധ്യാപകർ, 162 അധ്യാപക വിദ്യാർത്ഥികൾ എന്നിവർ അടങ്ങുന്നതാണ് വിശ്വദർശിനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ. 2024-25 അധ്യയന വർഷത്തെ വിശ്വദർശിനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ്റെ ക്ലാസുകൾ ജനുവരി ആദ്യ വാരം തന്നെ ആരംഭിക്കുകയുണ്ടായി. ജനുവരി 26 റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ അസംബ്ലിയോടുകൂടി ആഘോഷിച്ചു. ജനുവരി 27 വിശ്വദർശിനി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ 22ാം വാർഷികാഘോഷം അഡ്വക്കേറ്റ് സ്റ്റീഫൻ MLA ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയുണ്ടായി. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറുകയുണ്ടായി. മാർച്ച് 8 വനിതാ ദിനം ആഘോഷിച്ചു. മാർച്ച് 11 സയൻസ് എക്സിബിഷനും അതിനോടൊപ്പം തന്നെ ഫുഡ് ഫെസ്റ്റും അധ്യാപികയായ അഞ്ജന ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയുണ്ടായി. മെയ് 6 നീറ്റ് എക്സാം വിശ്വദർശിനി ഇൻസ്റ്റിറ്റ്യൂഷനിൽ വെച്ച് നടത്തപ്പെട്ടു. മെയ് 9 മുതൽ 23 വരെ ഈ അധ്യയന വർഷത്തെ സമൂഹ സമ്പർക്ക സഹവാസ ക്യാമ്പ് ആവേശം 2K24 നടത്തുകയുണ്ടായി. വെള്ളനാട് സൈക്കോ പാർക്ക് ഡയറക്ടർ ഡോക്ടർ മധുജൻ LR ക്യാമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. ഷീജ ടീച്ചറും അഞ്ജന ടീച്ചറുമായിരുന്നു ക്യാമ്പ് കോർഡിനേറ്റേഴ്സ്. ജൂൺ 5 പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ദിനാചരണം നടത്തുകയുണ്ടായി. പ്രിൻസിപ്പൽ പ്രിയദർശിനി ഒരു തൈ നട്ടുപിടിപ്പിച്ചുകൊണ്ട് പരിസ്ഥിതി ദിനം ഉദ്ഘാടനം നിർവഹിച്ചു. ജൂൺ 19 മുതൽ 21 വരെ വായനാ വാരം ആചരിച്ചു. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ PT അധ്യാപകനായ സിബി സാറിൻ്റെ നേതൃത്വത്തിൽ യോഗ പരിശീലനം നടത്തുകയുണ്ടായി. നിത്യജീവിതത്തിൽ യോഗയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നും വിശദീകരിച്ചു. ജൂൺ 26 ലഹരി വിരുദ്ധ ദിനം ആയതിനാൽ അതുമായി ബന്ധപ്പെട്ട് പ്രത്യേക അസംബ്ലി നടത്തുകയുണ്ടായി. ജൂലൈ 15 മുഹറാമുമായി ബന്ധപ്പെട്ട് മെഹന്തി ഫെസ്റ്റ് നടത്തുകയുണ്ടായി. ജൂലൈ 17 മുതൽ 23 വരെ TTA ആർട്സ് ഫെസ്റ്റിവൽ നടത്തുകയുണ്ടായി. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സുഭാഷ് സർ ആർട്സ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുകയും തുടർന്ന് വിശ്വദർശിനി പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ നിർമ്മല ടീച്ചർ, അക്കാഡമിക് കോർഡിനേറ്റർ ജയശ്രീ ടീച്ചർ, TTA പ്രിൻസിപ്പൽ എന്നിവർ ആശംസ അർപ്പിക്കുകയും ചെയ്തു. ഓഗസ്റ്റ് 5 ശ്രീ MG രാജമാണിക്യം IAS നമ്മുടെ സ്ഥാപനത്തിൽ വിശിഷ്ട അതിഥിയായി വരികയും നമ്മുടെ കുട്ടികൾക്ക് സ്റ്റേയിങ് സെൽഫ് മോട്ടിവേറ്റഡ് ആൻഡ് ഇൻസ്പയർഡ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു മോട്ടിവേഷണൽ ക്ലാസ് നടത്തുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവം തന്നെയാണ് മോട്ടിവേഷനായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഓഗസ്റ്റ് 15 രാഷ്ട്രത്തിൻ്റെ 77ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. വിശിഷ്ട അതിഥി കേണൽ അനിൽകുമാർ പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ ദേശീയ പതാക ഉയർത്തി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് അധ്യാപക വിദ്യാർത്ഥികളുടെ മാർച്ച് പാസ്റ്റും വിവിധതരം കലാപരിപാടികളും സംഘടിപ്പിച്ചു. ഓഗസ്റ്റ് 16 മുതൽ 19 വരെ TTA കലോത്സവം മണക്കാട് TTAയിൽ നടത്തുകയുണ്ടായി. അതിനുവേണ്ടി TTAയിൽ നിന്നും വിദ്യാർത്ഥികളെ വിവിധ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി ഷിജി ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ സജ്ജരാക്കുകയും പങ്കെടുപ്പിക്കുകയും ചെയ്തു. ഓഗസ്റ്റ് 17 മുതൽ 21 വരെ DLED പാഠ്യപദ്ധതിയുടെ അടിസ്ഥാനത്തിൽ 5 ദിവസത്തെ പഠനയാത്ര നടത്തി. കൂർഗ്, ബേലൂർ, മൈസൂർ എന്നീ സ്ഥലങ്ങളാണ് സന്ദർശിച്ചത്. ടൂർ കൺവീനർ സിബിസാർ ആയിരുന്നു. ഓഗസ്റ്റ് 30 ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിൻ്റെയും കമ്മീഷൻ നടത്തപ്പെട്ടു. ഡയറ്റിലെ അധ്യാപകരായ സന്തോഷ് സാറിൻ്റെയും സതീഷ് ചന്ദ്രൻ സാറിൻ്റെയും നേതൃത്വത്തിലുള്ള ബോർഡ് മെമ്പേഴ്സാണ് വിശ്വദർശിനി TTA സന്ദർശിക്കാനും വിലയിരുത്തുവാനും എത്തിച്ചേർന്നത്. സെപ്റ്റംബർ 5 അധ്യാപക ദിനം ആചരിച്ചു. പ്രിൻസിപ്പൽ പ്രിയദർശിനി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. തുടർന്ന് ടീച്ചറുടെ അധ്യാപക ജീവിതത്തിലെ അനുഭവങ്ങളും പുതുതലമുറയിലെ അധ്യാപകർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഈ അവസരത്തിൽ നൽകുകയുണ്ടായി. സെപ്റ്റംബർ 12 കേരളീയരുടെ ദേശീയ ഉത്സവമായ ഓണം ആർപ്പോ 2K24 എന്ന പേരിൽ സംഘടിപ്പിച്ചു. മാനേജർ സുബ്രഹ്മണ്യ ആചാര്യ സർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സന്തോഷത്തിൻ്റെയും ഒരുമയുടെയും ഉത്സവ ദിനമായിരുന്നു. വിഭവസമൃദ്ധമായ ഓണസദ്യയും വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. ഒക്ടോബർ 4 ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് വിമുക്തി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ആര്യനാട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സൈസ് ഓഫീസർ ഗിരീഷ് സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു ലഹരി വിരുദ്ധ ക്ലാസ് സംഘടിപ്പിക്കുകയുണ്ടായി. ഒക്ടോബർ 5 സീനിയർ വിദ്യാർത്ഥികളുടെ സെൻഡ് ഓഫ് നടത്തുകയുണ്ടായി. തുടർന്ന് വിവിധ കലാപരിപാടികളും നടത്തപ്പെട്ടു. നവംബർ 1 കേരളപ്പിറവി ദിനം ആഘോഷിച്ചു. വിവിധതരം മത്സരങ്ങളും കലാപരിപാടികളും അരങ്ങേറി.
നവംബർ 14 ശിശുദിനം പ്രത്യേക അസംബ്ലിയിലൂടെയും മത്സര പരിപാടിയിലൂടെയും സംഘടിപ്പിച്ചു. നവംബർ 16 മുതൽ 20 വരെ LP ഇന്റേൺഷിപ്പിന്റെ ഭാഗമായി എക്സ്പേർട്ട് ക്ലാസുകൾ നടത്തപ്പെട്ടു. പ്രഗത്ഭരായ LP തലത്തിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകരായ മനു സർ, അനുരൻ സർ, ശ്രീജിത്ത് സാർ, നിഷ ടീച്ചർ എന്നിവർ വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്തു. നവംബർ 22 മുതൽ 26 വരെ ഒന്നാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ 5 ദിവസത്തെ വിദ്യാലയ അനുഭവ പരിപാടി സംഘടിപ്പിച്ചു. ഡിസംബർ 19 ക്രിസ്മസ് ആഘോഷം ജിംഗിൾ ബെൽസ് 2K24 സംഘടിപ്പിച്ചു. ഷിജി ടീച്ചറിന്റെ നേതൃത്വത്തിൽ വിവിധ തരം കലാപരിപാടികൾ സംഘടിപ്പിച്ചു. ഡിസംബർ 20 4ാം സെമസ്റ്റർ അധ്യാപക വിദ്യാർത്ഥികളുടെ 5 ദിവസത്തെ സമൂഹ സമ്പർക്ക സഹവാസ ക്യാമ്പ് തട്ടിമുട്ടീൻ 2K24 നടത്തപ്പെട്ടു. 2022-24 അധ്യയന വർഷത്തെ ഫലം പ്രഖ്യാപിച്ചപ്പോൾ വിശ്വദർശിനി TTAയിലെ അധ്യാപക വിദ്യാർത്ഥികൾ 100% വിജയം കരസ്ഥമാക്കി. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ അധ്യാപകരുടെ നേതൃത്വത്തിൽ അധ്യാപക വിദ്യാർത്ഥികളുടെ അസംബ്ലി നടത്തിവരുന്നു. അധ്യാപക വിദ്യാർത്ഥികളുടെ വായനാശീലം വളർത്തുന്നതിന് വേണ്ടി ചൊവ്വ ബുധൻ എന്നീ ദിവസങ്ങളിൽ ലൈബ്രറി പ്രയോജനപ്പെടുത്തി വരുന്നുണ്ട്. ഭൗതിക അക്കാദമിക് സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി 23 വർഷം പിന്നിട്ട അധ്യാപക പരിശീലന കേന്ദ്രം ഇന്ന് ഈ പ്രൗഢിയിൽ എത്തി നിൽക്കുമ്പോൾ സ്ഥാപനത്തിനു വേണ്ടി പ്രയത്നിച്ച് പ്രചോദനം നൽകി ഒപ്പം നിന്ന് എല്ലാ സുമനസ്സുകളെയും അവരുടെ സേവനങ്ങളെയും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഈ സംക്ഷിപ്ത റിപ്പോർട്ട് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു.